നഷ്ടപ്പെട്ട കോട്ട തിരിച്ചുപിടിക്കാൻ ടി.ഒ. മോഹനൻ. നേരിയ വ്യത്യാസത്തിലാണ് ഇടതുമുന്നണി കഴിഞ്ഞ 2 തവണയും കണ്ണൂരിൽ ജയിച്ചത്. 2016 1196 വോട്ടിനായിരുന്നു ജയമെങ്കിൽ 2021 1745 വോട്ടുകൾക്കാണ് രാമചന്ദ്രൻ കടന്നപ്പള്ളി കണ്ണൂർ പിടിച്ചെടുത്തത്. UDFിൻ്റെ ശക്തി കേന്ദ്രമായ കണ്ണൂരിലെ കടന്നപ്പള്ളിയുടെ വിജയം UDF ക്യാമ്പിനെ അമ്പരപ്പിക്കുന്നതായിരുന്നു. LDFനാകട്ടെ സ്വപ്ന തുല്യമായ വിജയവും. തങ്ങളുടെ മണ്ഡലമെന്ന് കോൺഗ്രസ് ഉറച്ചു വിശ്വസിച്ചിരുന്ന കണ്ണൂർ മണ്ഡലത്തിലെ തോൽവി അപ്രതീക്ഷിതമായിരുന്നു. ഇക്കുറി ഏതു വിധേനയും കണ്ണൂർ സ്വന്തമാക്കുകയാണ് UDF ലക്ഷ്യം. മണ്ഡലം തിരിച്ചുപിടിക്കാൻ ആവനാഴിയിലെ ആയുധങ്ങളെല്ലാം പുറത്തെടുത്ത് വർദ്ധിത വീര്യത്തോടെ മുന്നേറുകയാണ് കണ്ണൂരിൽ UDF. സതീശൻ പാച്ചേനിക്ക് കഴിഞ്ഞ 2 തവണയും പറ്റിയ കയ്യബദ്ധം ഇക്കുറി ആവർത്തിക്കാതിരിക്കാൻ പഴുതുകളില്ലാത്ത പ്രവർത്തനമാണ് UDF നടത്തുന്നത്. കെ. സുധാകരൻ സ്ഥാനാർത്ഥി നിർണയ വേളയിൽ ഉണ്ടാക്കിയ വിവാദം കെട്ടടങ്ങിയതോടെ ആശ്വാസത്തിലാണ് UDF ക്യാമ്പ്. സുധാകരനും പ്രചരണത്തിൽ സജീവമാകുന്നത് അണികളിൽ ആവേശമുണ്ടാക്കുന്നുണ്ട്. കണ്ണൂർ കോർപ്പറേഷനിലെ പഴയ പള്ളിക്കുന്ന് പഞ്ചായത്തും പുഴാതി പഞ്ചായത്തും ഒഴികെയുള്ള പ്രദേശങ്ങളും മുണ്ടേരി പഞ്ചായത്തും ഉൾപ്പെട്ടതാണ് കണ്ണൂർ നിയമസഭാ മണ്ഡലം. കണ്ണൂർ കോർപ്പറേഷനും മുണ്ടേരി ഗ്രാമപഞ്ചായത്തും ഭരിക്കുന്നത് UDF ആണ്. കഴിഞ്ഞ 40 വർഷത്തിനിടയിൽ ആദ്യമായാണ് മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് ഭരണം UDFന് കിട്ടുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും UDFന് വ്യക്തമായ ആധിപത്യം നൽകിയ മണ്ഡലമാണ് കണ്ണൂർ. മുൻ മേയർ അഡ്വക്കേറ്റ് ടി.ഒ. മോഹനെയാണ് ഇക്കുറി മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയെ നേരിടാൻ കോൺഗ്രസ് നിയോഗിച്ചത്. കണ്ണൂർ അസംബ്ലി മണ്ഡലത്തിൻ്റെ വികസനമില്ലായ്മയാണ് എല്ലാ തലങ്ങളിലും ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ 10 വർഷം ഇവിടെ MLA ആയി പ്രവർത്തിച്ച ആൾ, 7.5 വർഷക്കാലം മന്ത്രിയാണ്. എന്നിട്ടും എന്തു മാറ്റമാണ്? 1647 കോടി രൂപ ചെലവഴിച്ചു എന്നാണ് പറയുന്നത്. അതിൻ്റെ ഗുണഫലം ആർക്കാണ് കിട്ടിയിട്ടുള്ളത്? 10 വർഷം മുമ്പ് ഈ മണ്ഡലത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നോ അതേ അവസ്ഥയാണ് ഇപ്പോഴുമുള്ളത്. യാതൊരു മാറ്റവും ജനങ്ങൾക്ക് കാണുന്നില്ല. അപ്പോൾ ചില ആളുകൾ ചില വായ്ത്താരികളുമായിട്ട് ജനങ്ങളുടെ മുൻപാകെ വരുന്നു, അങ്ങനെ ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കാൻ ശ്രമിക്കുന്നു. അതൊന്നും ഇക്കുറി വിലപ്പോവില്ല എന്നതാണ് സൂചിപ്പിക്കേണ്ടത്. ധർമ്മട മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ മുഖ്യമന്ത്രി പിണറായി വിജയനെ എതിരിട്ട കോൺഗ്രസിലെ C. രഘുനാഥാണ് ഇക്കുറി കണ്ണൂരിൽ BJPക്ക് വേണ്ടി പോരിനിറങ്ങിയത്. ശക്തമായ മത്സരത്തിനാണ് കണ്ണൂർ മണ്ഡലം സാക്ഷ്യം വഹിക്കുന്നത്. UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ടി.ഒ. മോഹനൻ കണ്ണൂരിൽ നിറഞ്ഞു നിൽക്കുന്ന രാഷ്ട്രീയ വ്യക്തിത്വത്തിനുടമയാണ്. മട്ടന്നൂർ പഴശ്ശിരാജ NSS കോളേജ്, കണ്ണൂർ ശ്രീനാരായണ കോളേജ്, തിരുവനന്തപുരം ലോ അക്കാദമി ലോ കോളേജ്, കോഴിക്കോട് ഗവൺമെൻറ് ലോ കോളേജ് എന്നിവിടങ്ങളിൽ നിന്നായി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷം കണ്ണൂരിലും തലശ്ശേരിയിലും കോടതികളിൽ പ്രാക്ടീസ് ചെയ്തു. KSU കാലഘട്ടം മുതൽ സജീവ രാഷ്ട്രീയത്തിലിറങ്ങിയ മോഹനൻ KSU ജില്ലാ പ്രസിഡന്റായിരുന്നു. 2002 മുതൽ 2013 വരെ കണ്ണൂർ DCC ജനറൽ സെക്രട്ടറിയായിരുന്നു. 2013 മുതൽ KPCC അംഗമായി പ്രവർത്തിച്ചു വരുന്നു. 2010 കണ്ണൂർ നഗരസഭയിലേക്ക് കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട മോഹനൻ കണ്ണൂർ മുനിസിപ്പൽ വൈസ് ചെയർമാനായി. ഈ കാലയളവിലാണ് നഗര സൗന്ദര്യവൽക്കരണം എന്ന ആശയം മുൻനിർത്തി ആദ്യമായി പദ്ധതികൾ കൊണ്ടുവരുന്നത്. 2020 നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട മോഹനൻ കോർപ്പറേഷൻ്റെ ആദ്യ പുരുഷ മേയറായി മാറി. കേന്ദ്ര നഗരകാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്ത്യൻ അർബൻ ഡാറ്റ എക്സ്ചേഞ്ച് പ്ലാറ്റ്ഫോമിൽ ഉൾപ്പെടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നോൺ സ്മാർട്ട് സിറ്റിയായി കണ്ണൂർ മാറിയത് മോഹനൻ മേയറായിരുന്ന കാലത്താണ്.
സർക്കാരിൻ്റെ കാലയളവിൽ ഒട്ടേറെ ക്ഷേമപ്രവർത്തനങ്ങൾ കണ്ണൂർ കോർപ്പറേഷനിൽ നടന്നത് ശ്രദ്ധേയമായിരുന്നു. കണ്ണൂരിലെ ചെരുപ്പ് തുന്നുന്ന തൊഴിലാളികൾക്ക് ഷെൽട്ടറുകൾ നിർമ്മിച്ചു നൽകിയത് ടി.ഒ. മോഹനൻ മേയറായിരുന്ന കാലത്താണ്. അഡ്വക്കേറ്റ് ടി.ഒ. മോഹനന് തെരഞ്ഞെടുപ്പിൽ കെട്ടിവെക്കാനുള്ള തുക നൽകിയത് കണ്ണൂരിലെ ചെരുപ്പ് തുന്നുന്ന തൊഴിലാളികളാണ്. ഈ തൊഴിലാളികളും മോഹനനും തമ്മിലുള്ള വൈകാരിക ബന്ധത്തിൻ്റെ തെളിവാണിത്. മോഹനൻ പ്രചരണ രംഗത്ത് ഏറെ മുന്നേറിക്കഴിഞ്ഞു. പോകുന്നിടത്തെല്ലാം ഊഷ്മളമായ സ്വീകരണം, എല്ലായിടത്തും നല്ല ആൾക്കൂട്ടം. സ്ഥാനാർത്ഥിയുടെ പരിഗണന പരിപാടികൾ ഉദ്ഘാടനം ചെയ്തത് മുൻ കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രനായിരുന്നു. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് മോഹനൻ. കഴിഞ്ഞ 2 തവണയും നേരിയ ഭൂരിപക്ഷത്തിൽ നഷ്ടപ്പെട്ട മണ്ഡലം പലിശ സഹിതം തിരിച്ചുപിടിക്കുമെന്നാണ് മോഹനൻ പറയുന്നത്. വമ്പിച്ച ഭൂരിപക്ഷത്തിന് 2 തവണയായിട്ട് നിസ്സാര വോട്ടിനാണ് പരാജയപ്പെട്ടത്. മുതലും പലിശയും ചേർത്ത് വലിയ ഭൂരിപക്ഷത്തിന് ഈ മണ്ഡലം ഐക്യജനാധിപത്യ മുന്നണി തിരിച്ചു പിടിച്ചിരിക്കും എന്നതാണ് പറയാനുള്ളത്. എന്തു പറഞ്ഞാലും നമുക്കറിയാം, കേരളത്തിലെ ദുർഭരണം 10 വർഷമായി ജനങ്ങൾ അനുഭവിക്കുന്ന കെടുതികൾ, ആ കെടുതികൾക്കൊരു പരിഹാരമുണ്ടാകണം. ഇത് രണ്ടും ചേരുമ്പോൾ വലിയ വിജയമുണ്ടാകും. കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണി വമ്പിച്ച ഭൂരിപക്ഷത്തോടെ തിരിച്ചു വരും. കണ്ണൂർ അസംബ്ലി മണ്ഡലം UDF തിരിച്ചു പിടിക്കുകയും ചെയ്യും. പിണറായി സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾ കേരളത്തിൽ UDFന് വൻ വിജയമുണ്ടാക്കുമെന്നും മോഹനൻ പറഞ്ഞു. മണ്ഡലത്തിൻ്റെ മുക്കിലും മൂലയിലും സ്ഥാനാർത്ഥി എത്തുന്നുണ്ട്. പരമാവധി ആളുകളെ നേരിൽ കാണാനുള്ള ശ്രമത്തിലുമാണ്. അഡ്വക്കേറ്റ് ടി.ഒ. മോഹൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് രാഹുൽ ഗാന്ധി കണ്ണൂരിൽ എത്തിയിരുന്നു. രാഹുൽ ഗാന്ധി പങ്കെടുത്ത പരിപാടിയിലെ ജനക്കൂട്ടം UDFന് ആവേശം പകരുന്നു. കണ്ണൂർ ഇത്തവണ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന ദൃഢനിശ്ചയത്തിലാണ് സ്ഥാനാർത്ഥി ടി.ഒ. മോഹനും UDFും. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. Relax. Redefine yourself. Green Planet Hotel near Kannur Airport, Mattanur.